ഖത്തറിലെ US വ്യോമ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാലകൾ കണ്ടതായി വിവരം. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിവരങ്ങളുമായി മനു അഖില ചേരുന്നുണ്ട്. മനു, ഖത്തറിലെ US വ്യോമ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അഞ്ചിലെ ഇറാൻ US സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അല്പം മുമ്പാണ് ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചത്. ഈ ഒരു സമയത്തിനിടയ്ക്ക് ദോഹയിൽ ആകാശത്ത് തീജ്വാലകൾ കണ്ടതായും സ്ഫോടന ശബ്ദം കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖത്തറിൽ ഇറാൻ ഒരു ആക്രമണം നടത്തിയതായി അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഖത്തറിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിച്ചതായാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് സ്ഫോടന ശബ്ദം കേട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ലഭ്യമായിട്ടില്ല. മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി വ്യോമഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കുന്നുവെന്ന് ഖത്തർ നേരത്തെ അറിയിച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. പശ്ചിമേഷ്യയിലാണ്, നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളം ഉള്ളത് ഖത്തറിലാണ്. ഖത്തറിലെ അൽ ഉദൈദിലാണ് US വ്യോമത്താവളം ഉള്ളത്. ഇവിടേക്ക് ഇറാന്റെ ഒരു മിസൈൽ ആക്രമണം നടത്തുന്നത് നേരത്തെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു. ഏകദേശം 8,000-ഓളം US സൈനികരാണ് ഈ വ്യോമത്താവളത്തിലുള്ളത്. പശ്ചിമേഷ്യയിലെ എല്ലാ ഓപ്പറേഷനുകളും US ഏകോപിപ്പിക്കുന്നതും ഈ ഒരു ഭാഗത്തു നിന്നാണ്. അതായത് US ഇപ്പോൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതിനു ശേഷം ഏത് നിമിഷവും ഇറാന്റെ ഒരു തിരിച്ചടി US പ്രതീക്ഷിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ US സേനയ്ക്ക് നേരെയുള്ള ഇറാന്റെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നൊരു റിപ്പോർട്ടുകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇതിനെ തുടർന്ന് ഖത്തറിലുള്ള പൗരന്മാർക്ക് US എംബസി ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇറാന്റെ ആക്രമണത്തിന് US തക്കതായ മറുപടി നൽകുമെന്നാണ് ഇറാന്റെ ഒരു മുന്നറിയിപ്പ് വന്നത്. അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ഒരു തിരിച്ചടിക്ക് സാധ്യതയുണ്ടെന്ന് ചില ഇന്റലിജൻസ് റിപ്പോർട്ടുകളും സൂചിപ്പിച്ചിരുന്നു. ഇറാന്റെ ഏതൊരു ആക്രമണത്തിനും ശക്തവും വിനാശകരവുമായ ഒരു മറുപടി ഉണ്ടായേക്കുമെന്നാണ് US-ന്റെയും ഭീഷണി. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ ആക്രമണം തുടരുമെന്ന് ഇപ്പോൾ ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനിക താവളങ്ങളിൽ നിന്നും ആയുധശാലകളിൽ നിന്നും അകലം പാലിക്കാൻ ഇറാനിലെ പൊതുജനങ്ങൾക്കും ഇസ്രായേൽ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ ലെബനനിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും അടുത്ത 2 ദിവസം കൂടി കടുത്ത സംഘർഷത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും സാഹചര്യത്തിലൂടെ ആകും പശ്ചിമേഷ്യ കടന്നു പോകുന്നതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. മനു, അതുപോലെ തന്നെ ഈ US ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഖത്തറിലെ US വ്യോമ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയ റിപ്പോർട്ട് വരുന്നുണ്ട്. നമുക്ക് മറ്റു വിവരങ്ങൾ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ? അഞ്ജലി, 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാൻ ഇപ്പോൾ തൊടുത്തുവിട്ടതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. ഖത്തറിലെ അൽ ഉദൈദിലെ US വ്യോമത്താവളത്തിലേക്കാണ് ഇറാൻ ഇപ്പോൾ ഒരു മിസൈൽ ആക്രമണം നടത്തിയതെന്നും നമുക്കിപ്പോൾ ഒരു വിവരം ലഭിക്കുന്നുണ്ട്. ഏകദേശം 8,000-ഓളം US സൈനികരാണ് ഇവിടെ ഉള്ളത്. പശ്ചിമേഷ്യയിലെ എല്ലാ ഓപ്പറേഷനുകളും US ഓപ്പറേറ്റ് ചെയ്യുന്നതും ഈ ഒരു മേഖലയിൽ നിന്നാണ്. എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കാഷ്വാലിറ്റീസ് ഉണ്ടായോ? മനു പറഞ്ഞതുപോലെ തന്നെ ഖത്തറിലെ US വ്യോമ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് വരികയാണ്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ തീജ്വാലകൾ കണ്ടതായി വിവരം ലഭിക്കുന്നുണ്ട്. സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. US ഇറാനിൽ നടത്തിയ വ്യോമാക്രമണത്തിന് ശേഷവും ഇറാൻ ഇസ്രായേൽ സംഘർഷം അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഫോർദോയിലൊക്കെ വീണ്ടും ഇസ്രായേൽ ആക്രമണം നടത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ടെഹ്റാനിലെ IRGC ആസ്ഥാനം ആക്രമിച്ചതായും നിരവധി റവല്യൂഷണറി ഗാർഡ് സൈനികർ കൊല്ലപ്പെട്ടതായും ഒക്കെ ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഖത്തറിലെ US വ്യോമ കേന്ദ്രത്തിൽ ഇറാൻ ആക്രമണം നടത്തിയിട്ടുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. മനു, വിശദമാക്കൂ. താൽക്കാലികമായി നിർത്തിവെക്കുന്നതായി ഖത്തർ നേരത്തെ അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ US വ്യോമതാവളത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതായി ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത്. US-ന്റെ അൽ ഉദൈദിലെ ഒരു എയർബേസിലേക്ക്, അതായത് പശ്ചിമേഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു എയർബേസ് ആണ്, ഇവിടേക്ക് ഒരു ആക്രമണം നടന്നതായാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. 6 ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാൻ ഒരു ആക്രമണം നടത്തിയതായി ഒരു വിവരം ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. മേഖലയിലെ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി ഖത്തർ ഈ വ്യോമ മേഖല അടച്ചിരുന്നു. യാത്രക്കാരുടെ സുരക്ഷയെ കരുതിയാണ് തീരുമാനമെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു. നമുക്കറിയാം, പശ്ചിമേഷ്യയിലെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളമാണ് ഖത്തറിലുള്ളത്. ഇവിടെ 8,000-ഓളം സൈനികരാണ്, US സൈനികരാണ് ഇവിടെ ഉള്ളത്. പശ്ചിമേഷ്യയിൽ തന്നെ ഇപ്പോൾ യമനിലെ ഹൂതികൾക്കെതിരെയുള്ള ആക്രമണം പോലും US ഏകോപിപ്പിക്കുന്നതും ഈ ഒരു സൈനിക ബേസിൽ നിന്നാണ്. എന്തായാലും ഇറാനിൽ അമേരിക്ക നടത്തിയ ഒരു ആക്രമണത്തിന് അമേരിക്കക്കെതിരെ ഒരു തിരിച്ചടി നൽകിയിരിക്കുകയാണ് ഇറാൻ എന്നൊരു വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയ അടിയിൽ ഈ ആക്രമണത്തിൽ ഏത് നിമിഷവും ഇറാന്റെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് US പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ ഖത്തറിലെ ഒരു എയർബേസിലേക്ക് തന്നെ ഇപ്പോൾ ഒരു മിസൈൽ ആക്രമണം നടത്തിയതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. പശ്ചിമേഷ്യയിലെ US സേനയുടെ നേർക്ക് ഒരു ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ഇതിനനുസരിച്ച് ഖത്തറിലുള്ള പൗരന്മാർക്ക് US എംബസിയും ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇറാനിലെ ആക്രമണത്തിന് US തക്കതായ മറുപടി നൽകുമെന്ന് നേരത്തെ തന്നെ ഇറാൻ ഒരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാലും
എന്തായാലും ഈ ഒരു ആക്രമണം നടന്ന്, അതായത് ഇറാനിലെ ഒരു ആക്രമണം നടന്നതിന് ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ഇറാൻ തിരിച്ചടിച്ചിരിക്കുകയാണ്. ഖത്തറിലെ വ്യോമത്താവളത്തിലേക്ക്, US-ന്റെ വ്യോമത്താവളത്തിലേക്ക് 8000-ഓളം US സൈനികരുള്ള ഒരു വ്യോമത്താവളത്തിലേക്ക് ഒരു തിരിച്ചടി നൽകിയിരിക്കുന്നതായാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. 6 ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇങ്ങോട്ടേക്ക് തൊട്ടുവിട്ടതെന്നും നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. അഞ്ജലി.